പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അതുപോലെ ഒരു പൊസിഷൻ വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആർ ഓഫ് ടി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ വെക്റ്റർ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അതിന്റെ പൊസിഷൻ വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി ആയിരിക്കും. സ്പേസിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഈ ഒരു ഫോമിൽ ആയിരിക്കും. ഇവിടെ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി സം ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മൂവിങ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണെന്ത് വി ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി. ആർ ഓഫ് ടിനെ ജസ്റ്റ് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും അല്ലെ. നെക്സ്റ്റ് ആക്സിലറേഷൻ പറയുന്നത് എ ഓഫ് ടി ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ദാറ്റ് ഈസ് വെലോസിറ്റി വെക്ടറിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. നെക്സ്റ്റ് സ്പീഡ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി. ദാറ്റ് ഈസ് വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വി ഓഫ് ടി. ഓക്കെ, നെക്സ്റ്റ് മൂന്ന് ഡെഫിനിഷൻ, ഇന്നലെ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെഫിനിഷൻ, ഇഫ് R of t equal to x of ti plus y of tj plus z of tk. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് then ലിമിറ്റ് t goes to t not r of t. എന്താ ചെയ്യേണ്ടത്? ഓരോ കമ്പോണന്റിന്റെയും ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ കമ്പോണന്റിനും നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലിമിറ്റ് t goes to t not x of ti plus limit t goes to t naught y of t j plus limit t goes to t naught z of t k. ഇതാണ് ലിമിറ്റ്. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്. If r of t equal to some x of ti plus y of tj plus z of tk ആണെങ്കിൽ then r dash of t, that is d by dt of r of t, this equal to ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് നമ്മൾ എടുക്കും അല്ലെ. ദാറ്റ് ഈസ് x dash of t i plus y dash of t j plus z dash of t k. ഇതാണ് ഡെറിവേറ്റീവ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രലും ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ആർ ഓഫ് ടിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഓരോ കമ്പോണന്റിന്റെയും ഇന്റഗ്രൽ. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ഡെഫിനിഷൻ, ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ plus y of tj plus z of tk, then integral a to b r of t dt, this equal to integral a to b x of t dt I plus integral a to b y of t dt j plus integral a to b z of t dt k. ഓക്കെ, ഇതാണ് ഇന്റഗ്രൽ. ഫോർ എക്സാമ്പിൾ, evaluate integral 0 to 2 2ti plus 3t square j into dt. By third definition, that is this equal to integral 0 to 2 2t dti plus integral 0 to 2 3t square dtj. Therefore this equal to 2t square by 2, upper limit lower limit substitute ചെയ്യാം. That is 0 to 2i plus next 3t cube divided by 3
അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കഴിഞ്ഞ സമയം നിങ്ങൾ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ഇന്റഗ്രൽ ആണ് വരുന്നത്. ദാറ്റ് ഈസ് 3t cube divided by 3 0 to 2j. That equal to 2 cancel ചെയ്യാം. That is 2 square, that is 4 minus 0i plus 3 cancel ചെയ്യാം. That is 2 cube, that is 8 minus 0 cube, that is 0j. That's equal to 4i plus 8j. ഇതാണ് ആൻസർ. Okay, simple question. Next question. നിങ്ങൾക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ, പൊസിഷൻ വെക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ജസ്റ്റ് ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി ആണ് വെലോസിറ്റി വെക്ടർ. ഇനി വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി. നിങ്ങൾക്ക് വി ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആർ ഓഫ് ടി കണ്ടുപിടിക്കും? നമുക്കറിയാം v of t equal to velocity vector, that is equal to r dash of t ആണ്. ജസ്റ്റ് ഇതിനെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടുമെങ്കിൽ വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൊസിഷൻ വെക്ടർ കിട്ടും അല്ലെ? r dash of t, r of t കിട്ടും. therefore r of t equal to എന്തായിരിക്കും? സിംഗിൾ ഇന്റഗ്രൽ r dash of t dt അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് a of t, that is given a of t ആക്സിലറേഷൻ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ r of t, എങ്ങനെ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കും? that is v of t equal to single integral a of t dt അല്ലേ? നെക്സ്റ്റ് r of t കിട്ടണമെങ്കിലോ that is ഡബിൾ ഇന്റഗ്രൽ ആണ് ഇത്. a of t equal to നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. that is a of t equal to r double dash of t ആണ്. that is r of t കിട്ടണമെങ്കിൽ a of t നെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. that is ഡബിൾ ഇന്റഗ്രൽ a of t dt അല്ലേ? ഡബിൾ ഇന്റഗ്രൽ വന്നതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ: a particle moves through 3 space, that is space in such a way that its velocity is v of t equal to I plus tj plus t square k. വെലോസിറ്റി വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണ്ടേ find coordinates of the particle at a time t equal to 1. find the coordinate of the particle at a time t equal to 1, given that the particle is at the point -1, 2 and 4 at a time t equal to 0. ഓക്കെ, തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ട കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. t equal to 1 ആവുമ്പോൾ ആ പാർട്ടിക്കിൾ നിൽക്കുന്ന കോർഡിനേറ്റ്, ആ പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ? ദാറ്റ് ഈസ് 3 സ്പേസ് ആണ്. ഒരു സ്പേസിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് r of t ഇതാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് given that v of t velocity vector equal to I plus tj plus t square k. നമുക്ക് കണ്ടുപിടിക്കണ്ടേ
ടി ഈക്വൽ ടു 1 ആവുമ്പോൾ ആ പാർട്ടിക്കിൾ എവിടെയാണ്? ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ഏത് പോയിന്റില എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ടൈം ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ദാറ്റ് ഈസ് ടി നോട്ട് തന്നിട്ടുണ്ട്. ടി നോട്ട് എന്ന പോയിന്റ് ഇതാണ്, ഇത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് -1 to 4. ഓക്കെ. നെക്സ്റ്റ് ടൈം ടി ഈക്വൽ ടു 1 ആവുമ്പോൾ പാർട്ടിക്കിൾ എവിടെ ആയിരിക്കും? ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. ആ കോർഡിനേറ്റ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വി ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ആർ ഓഫ് ടി കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ വി ഓഫ് ടി ഡി ടി. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ ഇൻറ്റു ഡി ടി. That equal to t I, that is constant ആണ്, that is ti plus t square by 2j plus t cube by 3k അല്ലേ? പ്ലസ് സം കോൺസ്റ്റന്റ് സി അല്ലേ? ഇത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് തന്നിട്ടില്ല. therefore ഇന്റഗ്രൽ കോൺസ്റ്റന്റ് എഴുതാം. ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സി എന്നുള്ളത് റിയൽ നമ്പർ അല്ല, സം കോംപ്ലക്സ് നമ്പർ, സം വെക്ടർ ആയിരിക്കും അല്ലെ? കോംപ്ലക്സ് നമ്പർ അല്ല, സം വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് ഐ പ്ലസ് ജെ പ്ലസ് കെ. ഐ ജെ കെ കമ്പോണൻസ് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും. therefore നമുക്ക് അതിനെ വേണമെങ്കിൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ബൈ 2j പ്ലസ് ടി ക്യൂബ് ബൈ 3k പ്ലസ് സം c ഈക്വൽ ടു എന്ത് എഴുതാം? c1i പ്ലസ് c2j പ്ലസ് c3k, സം കോൺസ്റ്റന്റ് വെക്ടർ അല്ലേ? ദാറ്റ് ഈസ് വേർ c ഈക്വൽ ടു എന്താണ്? c1i പ്ലസ് c2j പ്ലസ് c3k. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ വാല്യൂ കിട്ടും അല്ലെ? നമുക്ക് വേണ്ടത് ടി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഒരു പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ഏത് ടൈം കൊടുത്തു കഴിഞ്ഞാലും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണ് ആ ടൈമിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആർ ഓഫ് ടിയിലെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ ഓഫ് ടി നമുക്ക് കിട്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അല്ലെ? ഇവിടെ ഒരുപാട് കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് വാല്യൂസ് കൊണ്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. therefore ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഐയുടെ കമ്പോണൻസ് ഉണ്ട്, ഇവിടെ ഐയുടെ കമ്പോണൻസ് ഉണ്ട്, രണ്ടും ഒന്നിച്ച് എഴുതാം. ദാറ്റ് ഈസ് ടി പ്ലസ് c1i is equal to t plus c1i plus next t square by 2 plus c2j plus next t cube by 3 plus c3k. ഇതാണ് ആർ ഓഫ് ടി. നിങ്ങൾ തന്നിട്ടുള്ള കിട്ടിയിട്ടുള്ള ആർ ഓഫ് ടി ഇതാണ്. നമുക്ക് ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഏതാണ് ഡാറ്റ? അറ്റ് ടി ഈക്വൽ ടു 0 ഏത് പോയിന്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ടൈം ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ദാറ്റ് ഈസ് ആർ ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താണ് കിട്ടുക? ദാറ്റ് ഈസ് -1 i പ്ലസ് 2j പ്ലസ് 4k. ഇതാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ നമ്മുടെ പോയിന്റ് ആർ ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി ആണ്. ആർ ഓഫ് ടിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക ഈ രീതിയിലാണ്. എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ എക്സ് ആണ്, എക്സിന്റെ കോർഡിനേറ്റ് ആണ് -1, വൈയുടെ കോർഡിനേറ്റ് ആണ് 2, അതുപോലെ തന്നെ സെഡിന്റെ കോർഡിനേറ്റ് 4. ഈ പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ വെക്ടർ ആർ ഓഫ് ടി എന്താണ്? അറ്റ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ഇതാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണം അല്ലെ? അറ്റ് ടി ആർ ഓഫ് ടി ഈക്വൽ ടു തമ്മിൽ കിട്ടിയിട്ടുണ്ട്. അറ്റ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ ടി പ്ലസ് c1 ഈക്വൽ ടു -1 ആണ്. എപ്പോ? അറ്റ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ അല്ലെ? ദാറ്റ് ഇംപ്ലൈസ് 0 plus c1 equal to -1, that is c1 equal to -1 കിട്ടി. c1 ന്റെ വാല്യൂ കിട്ടി. അതുപോലെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? വീണ്ടും 0 divided by 2 plus c2 equal to ഏതാ കിട്ടുക? 2. therefore c2 equal to 2 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും? c3 equal to 4 കിട്ടും അല്ലേ? c3 equal to 4. therefore അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂസ് കംപ്ലീറ്റ് കിട്ടി. therefore r of t എന്തായി? therefore r of t equal to t1 t plus c1 നമുക്കറിയാം. that is t minus 1i. next
2 square, that is 2 square divided by 2, that is 4 by 2, that is 2 plus, sorry, second t square by 2, t square by 2 plus c2, that is c2 equal to 2 ആണ്, therefore t square by 2j. Next third, t cube by 3 plus c3, that is plus 4k, that equal to, ഇതാണ് എന്ത് r of t. അപ്പൊ r of t കറക്റ്റ് നമുക്ക് കിട്ടി, that is r of t equal to t minus 1i plus t square by 2 plus 2j plus t cube by 3 plus 4k. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്, at r of t പൊസിഷൻ വെക്ടർ കിട്ടി, പൊസിഷൻ വെക്ടർ കറക്റ്റ് ആയിട്ട് കിട്ടി. t ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ ആ പോയിന്റ് തന്നെ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ at t ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ ഏത് കോർഡിനേറ്റിലാണ്, ഏത് പോയിന്റിലാണ് ഇരിക്കുന്നത്, ദാറ്റ് ഈസ് r of t at t equal to 1, this equal to 0i plus 1 by 2 plus 2j plus 1 by 3 plus 4k. This equal to 0i plus 3 by 2 by 2 plus 1 by 2, that is 5 by 2j plus next 1 by 3 plus 4, that's equal to 13 divided by 3k. ഏത് പോയിന്റിലാണ് ഇത്, r of t ആണ്. r of t പറഞ്ഞാൽ x of t i plus y of t j plus z of t ആണ്. അതിൽ x എന്ത് കിട്ടും, that is x equal to 0 കിട്ടും, y equal to 5 by 2 കിട്ടും, അതുപോലെ തന്നെ z is equal to 13 divided by 3 കിട്ടും. അപ്പൊ ഏതാ പോയിന്റ്, at t equal to 1 ആവുമ്പോൾ ആ പാർട്ടിക്കിൾ നിൽക്കുന്ന കോർഡിനേറ്റ് ഇതാണ് 0, 5 by 2 and 13 divided by 3. ഓക്കെ. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ, ആ രണ്ട് ടേമും വ്യത്യാസമുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന, ദാറ്റ് ഈസ് r of t ഇതാണെങ്കിൽ, that is t equal to 0 ആവുമ്പോൾ, ടൈം t equal to 0 ആവുമ്പോൾ ഇതും, ടൈം t equal to n ആവുമ്പോൾ ഇതും, that is ഓറിയന്റേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഓറിയന്റേഷൻ ആണെങ്കിൽ, ഓക്കെ, that is ഈ ഒരു പോയിന്റ് അറ്റ് ടൈം t equal to 1 ആവുമ്പോൾ, t equal to 1, നെക്സ്റ്റ് t equal to 2 ആവുമ്പോൾ, that is r of t ഏതാണ് വെക്ടർ, r of t1, ഇതാണ് r of t അല്ലേ. അതിന്റെ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, റേഡിയസ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റേഡിയസ് വെക്ടർ, ദാറ്റ് ഈസ് r of t1. നെക്സ്റ്റ് r of t2 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് r of t2, r of t2. അപ്പൊ ഈ ഒരു പാർട്ടിക്കിൾ ഇവിടം വരെ മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യണത് ഡെൽറ്റ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം, ഡെൽറ്റ ആർ. ഓക്കെ, എന്താണ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഇതാണ്, ഇത്രയും ദൂരാണ്, ഇവിടെ പോയി ഈ ഇത്രയും ലെങ്ത് ആണ്, ഇത് എത്ര യൂണിറ്റ് ആണോ അതാണെന്ത് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ r of t കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി 3 ഡാറ്റ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ വെലോസിറ്റി v of t, രണ്ടാമത്തേത് a of t, മൂന്നാമത്തെ സ്പീഡ്. രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിക്കാം. നാലാമത്തേത് ഡിസ്പ്ലേസ്മെന്റ്, അഞ്ചാമത്തെ ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ r of t പൊസിഷൻ വെക്ടർ മാത്രം മതി. ഓക്കെ, ദാറ്റ് ഈസ് v of t, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, r dash of t, a of t, that is r double dash of t, മൂന്നാമത്തെ സ്പീഡ് നോം v of t, that is magnitude of v of t. നെക്സ്റ്റ് ഇതും ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് എടുത്ത് എഴുതാം.
T1 നിന്ന് T1 എന്ന സെക്കൻഡിൽ നിന്ന് T2 എന്ന സെക്കൻഡിൽ വരെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഇതാണ് ഇന്റഗ്രൽ T1 ഇന്റഗ്രൽ T1 to T2 ഇന്റഗ്രൽ T1 to T2 നോ സ്പീഡ് അല്ലേ ദാറ്റ് ഈസ് v of t dt. അഥവാ സ്പീഡിനെ ജസ്റ്റ് ആ ടൈമിനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്പ്ലേസ്മെന്റോ ഇതൊരു വെക്ടർ ആണ്, ഇതൊരു വെക്ടർ ആണ്, ഇതൊരു വെക്ടർ ആണ്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് വെക്ടർ അല്ലേ. നമുക്കറിയാം എങ്ങനെ ആഡ് ചെയ്യാം, ഈ വെക്ടർ എങ്ങനെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് r of t1 plus r of t2 that equal to delta r അല്ലേ. വെക്ടർ ഇങ്ങനെ കിടക്കുന്നത് ഇതുപോലത്തെ ഇങ്ങോട്ട്, പിന്നെ ഇതാണ് ഡയറക്ഷൻ അല്ലേ. therefore ഈ വെക്ടർ സം a, ഈ വെക്ടർ സം b, ഈ വെക്ടർ സം c ആണെങ്കിൽ വെക്ടർ അഡീഷൻ എങ്ങനെയാണ്, that is a plus b that's equal to c അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, that's equal to r of t1 plus delta r equal to r of t2. നമുക്ക് വേണ്ടത് ഡെൽറ്റ r ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. that is displacement equal to delta r equal to r of t2 minus r of t1. അപ്പോൾ r of t പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 ഡാറ്റ കണ്ടുപിടിക്കാൻ ചോദിക്കും, എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. Suppose that a particle moves moves along the circular helix in three space. So its position vector at a time t is r of t equal to തന്നിട്ടുണ്ട്, r of t ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. that is r of t equal to 4 cos pi t I plus 4 sin pi t j plus tk. okay, find the distance traveled. question idana, find the distance traveled and the displacement of the particle during the time interval t equal to അല്ലെങ്കിൽ 1 less than or equal to t less than or equal to 5. ഓക്കെ, എല്ലാം ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ടൈം t ഈക്വൽ ടു 1 മുതൽ ടൈം t ഈക്വൽ ടു 5 വരെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റും അതുപോലെ തന്നെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് അറിയാം r of t തന്നിട്ടുണ്ടായിരിക്കും. r of t തന്നിട്ടുണ്ടെങ്കിൽ r of t ഈക്വൽ ടു x of ti പ്ലസ് y of tj പ്ലസ് z of tk ആണെങ്കിൽ
എന്താണ് ഫസ്റ്റ് സ്പീഡ് അല്ലേ, സോറി ഫസ്റ്റ് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ്? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റഗ്രൽ t0 to t1 നെക്സ്റ്റ് മോഡ് v of t dt അല്ലെ. വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ഓഫ് t2 മൈനസ് ആർ ഓഫ് t1. ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, t1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ t2 തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഇതാണ് t1, ഇതാണ് t2. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആർ ഓഫ് ടി തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, എക്സാമിന് തെറ്റിക്കരുത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു സൊല്യൂഷൻ given that r of t equal to 4 cos pi t I plus 4 sin pi t j. Okay. Okay. Next, therefore v of t equal to velocity vector equal to derivative of 4 cos pi t, that is minus 4 pi sin pi t plus next 4 pi cos pi t j. Next നമുക്ക് വേണ്ടത് magnitude of velocity, that is this equal to root of 4 minus 4 pi sin pi t whole square plus 4 pi cos pi t whole square. This equal to root of 4 square pi square sin square pi t plus അതുപോലെ തന്നെ 4 square pi square cos square. Okay, ഇവിടെ മൈനസ് ഉണ്ടായിരിക്കും അല്ലേ, മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആയി, ദാറ്റ് ഈസ് cos square pi t. Therefore this equal to root of 4 square pi square ബ്രാക്കറ്റിൽ ഒന്ന് ചെയ്താൽ sin square pi t plus cos square pi t. That equal to simple ഫോമിലേക്ക് മാറി, that is root 4 square pi square into 1, that equal to root 4 square pi square, that is root 4 square pi square, that is 4 pi. Therefore നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി? 4 pi എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്, ഒരു ടേം കൂടി ഉണ്ടായിരുന്നു അല്ലെ, ആർ ഓഫ് ടിയിൽ എനിക്ക് തോന്നുന്നത് പ്ലസ് ടി കെ കൂടി ഉണ്ടായിരുന്നു, വിട്ടുപോയിട്ടുണ്ട്, പ്ലസ് ടി കെ. ദെർഫോർ ഇവിടെ എന്ത് വരും? ഒരു പ്ലസ് 1 കൂടി വരും അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്ലസ് കെ വരും, ദാറ്റ് ഈസ് ഇവിടെ അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യും, അതിന്റെ കൂടെ ഇവിടെയും സ്ക്വയർ ആഡ് ചെയ്യും, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇവിടെ പ്ലസ് 1 ഉണ്ടായിരിക്കും അല്ലെ, പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് കൃത്യമായിട്ട് ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് 16 pi square plus 1. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റഗ്രൽ t equal to t1 equal to 1 to t2 equal to 5 norm v of t അല്ലെങ്കിൽ mod v of t into dt. This equal to integral 1 to 5 next root 16 pi square plus 1 into dt. Okay, that equal to ഇത് നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ്
കോൺസ്റ്റന്റ് ആയത് ടി ഇല്ല ഇവിടെ അല്ലേ, therefore ഇത് കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കാം. 16 pi square plus 1 integral 1 to 5 dt, that equal to root 16 pi square plus 1 t upper limit lower limit 1 to 5, that equal to 5 minus 1 അല്ലേ, upper limit minus lower limit, therefore this equal to 5 minus 1, that is 4 root 16 pi square plus 1. ഇതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ആ t equal to 1 മുതൽ t equal to 5 വരെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്കറിയാം അല്ലെ, ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ഓഫ് T2 മൈനസ് ആർ ഓഫ് T1. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് അല്ലെ, ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു 4 cos pi t 4 cos pi t I പ്ലസ് 4 sin pi t j പ്ലസ് tk. therefore r of t1 എന്താണ്, r of t1 ഈക്വൽ ടു t ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, t1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. t1 എന്താണ്, t1 1 t2 ഈക്വൽ ടു 5. ഓക്കെ, therefore t1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 4 cos pi I പ്ലസ് 4 sin pi j പ്ലസ് k. എന്താണ് r of t2, r of t2 ഈക്വൽ ടു 4 cos 5i പ്ലസ് 4 sin 4 cos pi into 5 അല്ലേ, അതുപോലെ 4 sin pi into 5 j plus 5k അല്ലേ. therefore delta r equal to എന്ത് വരും, 4 cos 5 pi I plus 4 sin 5 pi j plus 5k minus r of t1, that is 4 cos pi I plus 4 sin pi I plus. therefore this equal to അല്ലേ, ജസ്റ്റ് രണ്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് മൈനസ് ചെയ്യാൻ നമുക്കറിയാം, കമ്പോണന്റ് വൈസ് മൈനസ്, ദാറ്റ് ഈസ് 4 cos, that is 4 cos 5 pi minus 4 cos pi I, next plus 4 sin 5 pi minus 4 sin pi j, okay, j, next 5k minus k. okay, therefore this equal to this equal to 4 outside എടുക്കാം, cos 5 pi minus cos pi I, next plus 4 outside എടുത്തു കഴിഞ്ഞാൽ 4 sin, okay, ഇവിടെ 4 sin 5 pi sin 5 pi minus sin pi j, next 5k minus k, that is 4k. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വെലോസിറ്റി v of t അതുപോലെ തന്നെ a of t അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം എന്താണ്, വെക്ടേഴ്സ് ആണ് അല്ലെ. മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് വെക്ടേഴ്സ് ഇതെല്ലാം. അപ്പൊ ഇതിനെല്ലാം ijk കമ്പോണൻസ് വന്നേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ സ്പീഡ്, ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഓൺലി. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ijk കമ്പോണൻസ് അറിയാതെ എഴുതി പോകരുത്, പക്ഷെ ഇതിന്റെ കൂടെ ijk കമ്പോണൻസ് വിട്ടും പോകരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ തുടർന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.